ആളുകൾ ഒത്തിരി ചോദിക്കാറുണ്ട് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കേഴ്സിന് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ വേക്കൻസി ഉണ്ടോ എന്നല്ലേ? ഇപ്പോൾ ന്യൂസിലാൻഡിലാണെങ്കിലും ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, UK ഒക്കെ അവിടെ സോഷ്യൽ വർക്കേഴ്സിന് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആളുകൾ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കഴിഞ്ഞവരും അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് കഴിഞ്ഞ ആളുകളൊക്കെയാണ് സോഷ്യൽ വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ഞാൻ ന്യൂസിലാൻഡിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഫാമിലിയായിട്ട് ന്യൂസിലാൻഡിലാണുള്ളത്. സോഷ്യൽ വർക്കേഴ്സിൻ്റെ ബേസിക് ജോബ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സൈസ് ഓർഗനൈസേഷൻസും ഉണ്ട് കമ്മിറ്റഡ് ആയിട്ട് സോഷ്യൽ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എസ്പെഷ്യലി ഇവിടെ ബേസിക്കലി പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് സോഷ്യൽ വർക്കേഴ്സിന് എളുപ്പത്തിൽ ജോബ് കിട്ടുന്നത് സപ്പോർട്ട് വർക്കിംഗ് ജോബിലാണ്. സപ്പോർട്ട് വർക്കിംഗ് ജോബ് എന്ന് പറഞ്ഞാൽ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ അറിയാലോ സുഖമില്ലാത്ത ആളുകൾ, ഓട്ടിസം പിടിച്ച കുട്ടികളോ അങ്ങനെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളൊക്കെ, മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ അറിയാലോ നമ്മുടെ നാട്ടിൽ പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരുണ്ട് കുട്ടികളുമുണ്ട്, അവരെ വീട്ടിൽ തന്നെ കെയർ കൊടുക്കുന്ന ഒരു രീതികളാണ് നമ്മുടെ നാട്ടുകളിലും നമ്മുടെ രാജ്യത്തും ഉള്ളത്. പക്ഷേ ഇങ്ങനെ ഇവിടുത്തെ ഈ ന്യൂസിലൻഡിലൊക്കെ വന്നിട്ട് ഇവരെ പ്രത്യേകം കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിൽ നോക്കുന്ന ഒരു രീതി ഇവിടെ കുറവാണ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ആളുകളെ അവർക്കൊരു ഹോമുകളിലായിരിക്കും അവർ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഹോമിൽ 2, 3, 4, 5 പേര് മാക്സിമം അത്രയൊക്കെ ആളുകൾ ഉണ്ടാവത്തുള്ളൂ. അവരപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആളുകളായിരിക്കും. അവർ മെൻ്റലി അത്ര വലിയ ഇഷ്യൂസ് ഉള്ള ആളുകൾ അല്ല. എന്ന് പറഞ്ഞാൽ മെൻ്റലി ഇഷ്യൂസ് ഉള്ള ആളുകളും ഈ ഗ്രൂപ്പിൽ വരാം. മെൻ്റലി ചലഞ്ചഡ് ആയിട്ട് കൂടുതൽ അവരുടെ ബിഹേവിയറൽ പ്രോബ്ലം ഡിസോർഡർ ഉള്ള ആളുകളും ഉണ്ട്. സാധാരണ സപ്പോർട്ട് വർക്കർ, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഉള്ള ആളുകൾക്ക് ഇവിടെ സപ്പോർട്ട് വർക്കറായിട്ട് ജോലി കിട്ടാൻ ഈസിയാണെന്ന് വെച്ചാൽ നേഴ്സുമാർക്ക് ഈസിയാണ്. കുറച്ചും കൂടി ഇവിടെ ചെയ്യണം നേഴ്സൊക്കെ ആയിട്ടുള്ളവർക്ക് ഈസിയാണ്. കുറച്ചും കൂടി എളുപ്പമാണ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഉള്ളവർക്കും. ഇനി ഈ സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഹോമിൽ 2, 3 ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സപ്പോർട്ട് വർക്കറെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരാ വീട്ടിൽ താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതുപോലെ അവർക്ക് വേണ്ട മെഡിസിൻസ് കാണും. മിക്കവാറും ഇവർ മെഡിസിനൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും. ഈ മെഡിസിൻസ് അവരെ എടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയാണ് മെയിൻലി വരുന്നത്. പിന്നെ അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അവരുടെ ഹോം വൃത്തിയായിട്ട് വയ്ക്കുക. ഒരു പരിധി വരെയും ഈ പറയുന്ന ആളുകൾ അവർ താമസിക്കുന്ന റെസിഡൻസ് ഇതെല്ലാം തന്നെ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിന് ഒരു മേൽനോട്ടം കൊടുത്ത് അവരെയും കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഉത്തരവാദിത്വം. പിന്നെ ഇവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മെയിൻ ഒരു പരിപാടിയാണ്. ഇവരെ വീടുകളിൽ ഇങ്ങനെ താമസിക്കുന്ന ആളുകളാണ്. ഒപ്പം ഇവിടെയൊക്കെ ആണെങ്കിലും ഈ കെയർ ഹോമുകൾക്ക് വാനുകളുണ്ട്. അവരെ നമ്മൾ പുറത്ത് കൊണ്ടുപോവുക. ഓക്കെ, അവരെ പുറത്ത് കൊണ്ടുപോയി അവരെ പാർക്കിലോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളിലോ ഒക്കെ കൊണ്ട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉത്തരവാദിത്വം. അങ്ങനെ വലിയ ഹാർഡായുള്ള ഒരു ജോബല്ല ഈ സപ്പോർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു ജോബ്. ഉണ്ടാവും ഡെയിലി റൊട്ടീൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പബ്ലിക്കായിട്ടുള്ള പ്ലേസുകളിൽ കൊണ്ടുപോവുക, അതുപോലെ ഓർഗനൈസേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ പല പ്രോഗ്രാമുകൾ നടക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി അവരെ എൻഗേജ്ഡ് ആക്കുക. അവരുടെ സെയിം ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായിട്ട് അവർക്ക് കണക്ഷൻ കാണും. അവിടെ അവരെ കൊണ്ട് എൻഗേജ്ഡ് ആക്കുക എന്നൊക്കെയുള്ളൊരു പരിപാടികളാണ് മെയിനായിട്ട് സപ്പോർട്ട് വർക്കിങ്ങിന് ഉള്ളത്. ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ പാടത്തുമല്ല. ഇവിടുത്തെ ബർഗറോ അല്ലെങ്കിൽ രാവിലെ വലിയ ബീറ്റ് പിക്സ്, ബർഗേഴ്സ്, ഉച്ചയ്ക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ആണെങ്കിൽ സോസേജ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, നമ്മളിപ്പോൾ അവിയലും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ആളുകളായതുകൊണ്ട് ഇത് വലിയൊരു സംഭവമല്ല. കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അതുപോലെ മെഡിസിൻ ആണെങ്കിലും കൊടുക്കുന്നതിന് കൃത്യമായിട്ട് അതിന് നമുക്ക് ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ട് യൂസ് ചെയ്ത് അതിൽ രേഖപ്പെടുത്തുക എന്നുള്ളതൊക്കെ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു സപ്പോർട്ട് വർക്കിംഗ് എന്ന് പറയുന്ന ജോബിൻ്റെ പ്രത്യേകത. അത് പല ഹോമുകളിലും 24 hours ചെയ്യുന്നുണ്ട് ആളുകളുണ്ട്. ചില ആളുകൾ 8 hours ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ റെസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ സമയവും കാര്യങ്ങളൊക്കെ അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഈസി ജോബാണ് സപ്പോർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പം മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കഴിഞ്ഞ ആളുകൾക്കും ഇവിടുത്തെ ലെവൽ 4 എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈസിയാണ്. നേഴ്സുമാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കഴിഞ്ഞ ആളുകൾക്ക് ലെവൽ 4 അവർക്ക്. ഞങ്ങളുടെ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.